ദാരിദ്ര്യം നിറഞ്ഞ ആ കൊച്ചുവീട്ടിൽ ക്രൂരയായ രണ്ടാനമ്മ അവരെ കാട്ടിൽ ഉപേക്ഷിക്കാൻ അച്ഛനെ നിർബന്ധിക്കുകയായിരുന്നു. അച്ഛൻ എതിർത്തു നോക്കിയെങ്കിലും ആ ക്രൂരയായ സ്ത്രീയുടെ വാശിക്കുമുന്നിൽ ഒടുവിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ നേരം പുലരും മുൻപ് അവർ കുട്ടികളുമായി കാട്ടിലേക്ക് തിരിച്ചു. എന്നാൽ വഴി തെറ്റാതിരിക്കാൻ ഹാൻസൽ ഒരു സൂത്രം പ്രയോഗിച്ചു. നേരം പുലർന്നപ്പോഴേക്കും പക്ഷികൾ ആ അപ്പക്കഷണങ്ങളെല്ലാം തിന്നുതീർത്തിരുന്നു. മടങ്ങിപ്പോകാനുള്ള വഴി നഷ്ടപ്പെട്ടതെറിഞ്ഞ് അവർ പരിഭ്രാന്തരായി. അച്ഛനും അമ്മയും കണ്ണിൽ നിന്നും മറഞ്ഞതോടെ അവർ ആ വലിയ കാട്ടിൽ ഒറ്റയ്ക്കായി. ഭയം കാരണവും വിശപ്പുകൊണ്ടും അവർ കരയാൻ തുടങ്ങി. കാട്ടിൽ വഴിതെറ്റിയ കുട്ടികൾക്ക് മുന്നിൽ മാന്ത്രിക വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു മിഠായി വീട് പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ആ മിഠായി വീടിന്റെ വാതിൽ തുറന്നു. മധുരമുള്ള പുഞ്ചിരിയോടെ ഒളിച്ചിരുന്ന ആ ദുഷ്ടശക്തി അവരുടെ മുന്നിലേക്ക് ഇറങ്ങിവന്നു. ദുഷ്ടലക്ഷ്യത്തോടെ ആ വൃദ്ധ ഹാൻസലിന്റെ വിരലിൽ തൊട്ടുനോക്കി. കൂട്ടിലിട്ട് അവനെ തിന്നാൻ പാകമായോ എന്ന് പരിശോധിക്കുകയായിരുന്നു അവൾ. ഒടുവിൽ ആ ധീരയായ കൊച്ചു പെൺകുട്ടി തന്റെ ബുദ്ധിശക്തിയാൽ ആ ദുഷ്ടയായ മന്ത്രവാദിനിയെ കത്തുന്ന അടുപ്പിലേക്ക് തള്ളിയിട്ടു. രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവിടെയുണ്ടായിരുന്ന സ്വർണവും രത്നങ്ങളുമായി ആ കുരുന്നുകൾ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. ഒടുവിൽ സ്വർണവുമായി തിരിച്ചെത്തിയ മക്കളെ കെട്ടിപ്പിടിച്ച് ആ അച്ഛൻ സന്തോഷക്കണ്ണീരോടെ അവരെ സ്വീകരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ മാന്ത്രിക കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.